ACCAയുടെ ഫൈനൽ ലെവലാണ് P ലെവൽ അഥവാ പ്രൊഫഷണൽ ലെവൽ. നോളേജ് ആൻഡ് സ്കിൽ ലെവൽ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ BCom ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് 9 പേപ്പേഴ്സ് എക്സംഷൻ നേടിയിട്ടുള്ള കുട്ടികളാണ് ഈ പറയുന്ന P ലെവൽ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ നോളേജ് ലെവലിലും സ്കിൽ ലെവലിലും പഠിച്ചിട്ടുള്ള എൻറ്റയർ കോൺസെപ്റ്റ്സിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് നമ്മൾ P ലെവൽ പേപ്പേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. P ലെവൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, എസെൻഷ്യൽ പേപ്പേഴ്സും ഓപ്ഷണൽ പേപ്പേഴ്സും. ഇതിൽ എസെൻഷ്യൽ പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സാണ്. അതിൽ വരുന്ന 2 പേപ്പേഴ്സാണ് SBL അഥവാ സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആൻഡ് SBR അഥവാ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ഇതിൽ SBL എന്ന് പറയുന്ന പേപ്പർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. മിക്കവാറും ഒരു കേസ് സ്റ്റഡി മോഡലിലാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഒരു കമ്പനിയുടെ കേസ് സ്റ്റഡി തരും, കുറേ സിനാരിയോസ് തരും, കുറേ സിറ്റുവേഷൻസ് തരും. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസും സ്ട്രാറ്റജീസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്യുവർ ആപ്ലിക്കേഷൻ ടൈപ്പ് പേപ്പറാണ് SBL. SBR അഥവാ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് നമ്മൾ സ്കിൽ ലെവലിൽ പഠിച്ച FR എന്ന് പറയുന്ന പേപ്പറിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ്. നമ്മൾ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്സ് പഠിച്ച് അക്കൗണ്ടൻസിയിൽ ഏറ്റവും എക്സ്പേർട്ട് ആവാനുള്ള സ്കിൽസ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് SBR അഥവാ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. കമ്പനി അക്കൗണ്ട്സിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IASകൾ IFRSകളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഭാവിയിൽ ഇൻഡസ്ട്രിയിൽ കമ്പനീസിലൊക്കെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു മുതൽക്കൂട്ടാവും. അടുത്തത് ഓപ്ഷണൽ പേപ്പേഴ്സാണ്. ഓപ്ഷണൽ പേപ്പേഴ്സിൽ 4 പേപ്പേഴ്സാണുള്ളത്. ബട്ട് അതിൽ നമ്മൾ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ചോയ്സിൽ നമ്മളത് അറ്റൻഡ് ചെയ്ത് എക്സാമിനേഷൻ എഴുതിയാൽ മതി. ആ 4 പേപ്പേഴ്സിലെ ആദ്യത്തെ പേപ്പറാണ് APM അഥവാ അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. നമ്മൾ സ്കിൽ ലെവലിൽ പഠിച്ച PM എന്ന് പറയുന്ന പേപ്പറിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് APM. രണ്ടാമത്തെ പേപ്പറാണ് AFM അഥവാ അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ സ്കിൽ ലെവലിൽ പഠിച്ച FM എന്ന് പറയുന്ന പേപ്പറിൻ്റെ അഡ്വാൻസ്ഡ് ആണ് AFM. അടുത്ത പേപ്പറാണ് ATX അഥവാ അഡ്വാൻസ്ഡ് ടാക്സേഷൻ. നമ്മൾ സ്കിൽ ലെവലിൽ പഠിച്ച TX എന്ന് പറയുന്ന പേപ്പറിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ATX. പിന്നെയുള്ളത് AAA അഥവാ അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് ആണ്. നമ്മൾ സ്കിൽ ലെവലിൽ പഠിച്ച AA എന്ന് പറയുന്ന പേപ്പറിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ AAA എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. എല്ലാ P ലെവൽ പേപ്പേഴ്സിൻ്റെയും എക്സാമിനേഷൻസ് ക്വാർട്ടർലി ആയിട്ടാണ് നടക്കുന്നത്. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. ആൻഡ് എക്സാമിനേഷൻ 100 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. 3.25 മണിക്കൂറാണ് നമുക്ക് സമയം കിട്ടുക. ഈ പറയുന്ന പേപ്പേഴ്സിലൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കൊടുക്കേണ്ടത്. മിക്ക പേപ്പേഴ്സിലും കാൽക്കുലേഷൻസിനേക്കാൾ കൂടുതൽ തിയറിയും അതിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെയാണ് എക്സാമിനേഷനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. പാസ്സാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ 100-ൽ 50 മാർക്ക് സ്കോർ ചെയ്താൽ മതി. പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് സ്റ്റുഡൻസ് നോർമലി 6 മുതൽ 9 മാസം വരെയുള്ള ഒരു ടൈം ഫ്രെയിമിലാണ് കംപ്ലീറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ACCA ക്വാളിഫൈഡ് ആവുകയാണ് അഥവാ ACCA എഫിലിയേറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും മികച്ച കമ്പനീസിൽ ഏറ്റവും മികച്ച ആ ഒരു സാലറിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഓപ്പൺ ആവുന്നത്. അങ്ങനെ നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഒരു 3 വർഷം എക്സ്പീരിയൻസും കൂടി ഏൺ ചെയ്ത് ഒരു എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ACCA മെമ്പറാണ്. പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ഏതാണെന്നും അതിലെ കണ്ടന്റ്, സ്ട്രക്ചർ, എക്സാമിനേഷൻ സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് എന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ്.